എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ് നമ്മുടെ മാർഗത്തിൽ ആ തടസ്സമായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക്, ഡെത്ത് ആൻഡ് റീബർത്ത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ വളരെയധികം പേര് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. എന്തോ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒരു കാര്യം, ഒത്തിരി സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് നമ്മളെ. അധികം പേർക്കും ഇത് റിലേഷൻഷിപ്പിലായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചതുപോലെ നടന്നിട്ടില്ല, അതിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ തല കൊത്തിപ്പറിക്കണു എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ. നമ്മൾ ഒത്തിരി കാട് കയറി ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അപ്പം നമ്മളെ വിട്ട് പലരും നമ്മളുടെ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ തകർന്നു പോയ സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ച പലരും നമ്മളെ വിട്ടിട്ട് നമ്മളെ ഒറ്റക്കാക്കി പോയ ഒരു കാര്യങ്ങളാണ് പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച പല ആൾക്കാരും നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. ചില സമയത്ത് അവിടെ വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഓരോ കാര്യത്തിലും, അത് ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിലും ജോബിൻ്റെ കേസാണെങ്കിലും, എങ്ങനെയാണ് ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണ്ടേ, എവിടെയൊക്കെ നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മളെ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം, നോ പറയേണ്ടത് എവിടെയാണോ അവിടെ നോ പറയണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം ലൈഫിൽ നടന്നതിൽ സങ്കടപ്പെടരുത്. കാരണം അത് നമ്മൾക്ക് ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഒപ്പമുള്ളത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നമ്മളെ തന്നെ, നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത്തും നമ്മളുടെ ഒരു പവറും ഏത് സിറ്റുവേഷൻ വന്നാലും, എത്ര തകർന്നു പോയാലും തിരിച്ചു കയറി വരാനുള്ള, തിരിച്ച് വെറുതെ കയറി വരെയല്ല, തിരിച്ച് വിജയിക്കാനുള്ള നമ്മളുടെ ആ പവറ് നമ്മൾക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അവർ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ, ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ എൻറ്റയർലി ഒരു പുതിയ ഒരാളായിട്ട് മാറുകയാണ്. ഈ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന കാർഡാണ്, ഡെത്ത് ആൻഡ് റീബർത്ത്. ഇവിടെ ലിറ്ററലി ആ പഴയ ആ ഒരാൾ മാറി ഇന്നർ വിസ്ഡമുള്ള, തന്നെപ്പറ്റി യഥാർത്ഥ ബോധ്യമുള്ള, ഇനി ഭാവിയിലേക്ക് ഒരുങ്ങിയിട്ടുള്ള, തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് രൂപപ്പെടാനായിട്ടാണ് ഈ സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പം അതിൽ നമ്മൾ വിഷമിക്കാതിരിക്കുക, ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുക. ഇപ്പോൾ ഈ സമയം നമ്മളോടൊപ്പം ഉള്ളവരെ എന്നും ചേർത്ത് നിർത്തുക. ലൈഫിൽ ഇപ്പോൾ പഠിച്ച പാഠങ്ങളൊന്നും വിട്ടുകളയാതിരിക്കുക.
എന്നും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഭാവിയിലെ ഏതൊരു കാര്യത്തിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മൾ ലേൺ ചെയ്ത ആ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക. സോ വളരെ കോൺഫിഡൻസോടെ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യുക. ഇവിടെ നമ്മളുടെ ഉയർച്ചയെ തടയുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഡെഫിനറ്റ് ആയിട്ടും ഈ സിറ്റുവേഷൻ പാസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നമ്മളുടെ ഉള്ളിലെ ആ കോൺഫിഡൻസ് അത് കൂട്ടുകയാണ് വേണ്ടത്. നമ്മളുടെ ഉള്ളിലെ ആ ഒരു ക്ലാരിറ്റി, എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള ആ ഒരു ക്ലാരിറ്റി വരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് ഈ സമയത്ത് മെഡിറ്റേഷൻസ് സ്വീകരിക്കാം. അതൊരു ഏറ്റവും വലിയ ഒരു സൊല്യൂഷനായി പറയുന്നുണ്ട്. നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മണിപ്പൂര ചക്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സെനാരിയോ ലൈഫിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. തീർച്ചയായിട്ടും ലോകത്തെ പറ്റിയുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറുകയും നിങ്ങൾ കൂടുതൽ ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയും ചെയ്യും. ലൈഫ് കുറച്ചുകൂടെ കളർഫുൾ ആവാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ച് കൂട്ടിയിരുന്ന പോലെയല്ല ലൈഫെന്നും, ലൈഫിനെ വളരെ ലൈറ്റായിട്ടും എന്നാൽ വളരെ ആസ്വദിച്ചും ജീവിക്കുന്ന ഒരു സമയത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകം ചിലവർ ഇതിന് ശേഷം ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ടാവും. ലോകം കാണാൻ തയ്യാറെടുക്കുന്നവരുണ്ടാവും. അതിന് ഇറങ്ങിത്തിരിച്ച് അവനവനെ മനസ്സിലാക്കി തൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് തൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ പോവാനായിട്ട് നമ്മളെ ഒരുക്കുന്നതാണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ പറ്റിയുള്ള നമ്മളുടെ ചിന്തകളാണ്. കാരണം ഇവിടെ നമ്മളെ പിറകോട്ട് വലിക്കാൻ പോകുന്നത് പുറത്തുനിന്ന് ആരും ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മളുടെ ചിന്തകളായിരിക്കും. സോ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നന്നായിട്ട്, അപ്പോൾ നമ്മളുടെ ഒരു തടസ്സം, നമ്മളുടെ ആ ഉയർച്ചയിലേക്കുള്ള ഒരു തടസ്സം നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാത്രമാണ്. ഒരിക്കലും ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്കൊരു തടസ്സമല്ല. ഇതൊരു വലിയ അവസരമായിട്ടാണ് കാണേണ്ടത്. നിങ്ങളെ അർഹതയില്ലാത്തവരാണ് റിലേഷൻഷിപ്പിൽ ഇത് വിട്ടു പോകുന്നത്. അത് ഓർത്ത് വിഷമിക്കാതിരിക്കുക. അവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ് എന്ന് മനസ്സിലാക്കുക. ഇത് മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിലും ശരി, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ ഇപ്പോൾ ഈ ഒരു ഏർലി സ്റ്റേജിൽ, എസ്പെഷ്യലി മാരേജിന് മുന്നേ നമ്മൾക്ക് മനസ്സിലായി അങ്ങനെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ലൈഫ് പോയി അനാവശ്യമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രതീക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമ്മളെക്കാൾ കൂടുതൽ യൂണിവേഴ്സിനാണ് അറിയുന്നത് ഏതാണ് നമ്മൾക്ക് നല്ലതെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി വിഷമം ഉണ്ടാക്കിയാലും ഭാവിയിൽ ഏറ്റവും നല്ല ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിന് കറക്റ്റായിട്ടുള്ള ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരും. വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും ചിലപ്പോൾ ഇതൊരു ജോബായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. ആഗ്രഹിച്ച് മോഹിച്ച് ചേർന്നൊരു ജോബായിരിക്കാം, പക്ഷേ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവിടെയും സെയിം കാര്യം തന്നെയാണ്. ഭാവിയിലേക്ക് ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു നഷ്ടം വന്നിരിക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുത്താൽ മതി. കാരണം 1-2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 to 5 months ഇടയിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ചിലർക്കതൊരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം. അതായത് വിദേശ രാജ്യങ്ങളിലോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരാം. അങ്ങനെ പല കാര്യങ്ങൾ ഉള്ളൊരു തുടക്കമാണ്. നമ്മളെ തന്നെ ഉടച്ച് വാർത്ത് ഒരു പുതിയ നമ്മളെ നിർമ്മിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം പേരും നമ്മൾ ഈ ടാരോട്ട് കാർഡ് റീഡിങ്ങും ഗൈഡൻസും ഒക്കെ എടുക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ
ഇത് എല്ലാ റീഡിങ്ങിലും പറയുന്നത് എനിക്കും തോന്നാറുണ്ട് റിപ്പീറ്റേഷൻ വരുന്നതായിട്ട്. പക്ഷെ അത് അങ്ങനെയല്ല. എനിക്ക് ഒത്തിരി പേര് എനിക്ക് റിപ്പീറ്റ് കാണുന്നവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ലൈഫിൽ ഒരു വലിയൊരു മേജർ ഇൻസിഡൻ്റ് ആണ് വരുന്നത്. അതിനെ ആ ഒരു ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി എടുക്കാം. അപ്പോൾ ഈ കാർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു നമ്മൾ നേരത്തെ കണ്ട അതേ റീഡിങ് തന്നെയാണ്. ആ ഒരു ഹാർട്ട് ടേക്ക്, ആ ഒരു ലോസിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരുണ്ട്, ആ ഒരു സോളിറ്റ്യൂഡ് അനുഭവിക്കുന്നവരുണ്ട്. ഈ രണ്ട് പ്രോസസ്സിലും ഇപ്പോൾ നിങ്ങളാകെ വിഷമിച്ച് തളർന്നിരിക്കുകയാണ്, തലകുമ്പിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ഫേം ഫൗണ്ടേഷൻ വരാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ പുറത്തൊരു ആകാശം കണ്ടില്ലേ, തെളിഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. നമ്മൾ ഈ ഒരു ഇരുട്ടിൽ നിൽക്കേണ്ട ആൾക്കാരല്ല ഒരിക്കലും. ഇവിടെ നിന്ന് പഠിക്കുന്ന പാഠം ഉൾക്കൊണ്ട് അതിനുശേഷം ആ ഒരു ധൈര്യത്തോടെ പുറത്തോട്ടിറങ്ങാം. നിങ്ങൾക്ക് പല അവസരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എപ്പോഴും ചിന്തിക്കുക, ഒരു വഴികാട്ടി നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകും, ഒപ്പം ഉണ്ടാകും. യൂണിവേഴ്സ് എന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഗൈഡ് ചെയ്യാനായിട്ടും ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വിഷമം ലൈഫിലിപ്പോൾ സംഭവിക്കുന്നത് ഭാവിയിലേക്കുള്ള നല്ലതിന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നിധി കണ്ടെത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നിധി നിങ്ങൾ കണ്ടെത്തും. അത് ഒത്തിരി സ്ട്രഗിളിലൂടെ നിങ്ങൾ എത്തുന്നുള്ളൂ. കണ്ടോ, അത് കഴിഞ്ഞ് നിങ്ങൾ അതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ആ ഒരു നിധിയിലേക്കാണ്. അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ സ്വന്തം, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമായിട്ടുള്ളൊരു നിധിയാണ്. അതിലേക്ക് നിങ്ങൾ എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അത് ചില ആളുകൾക്ക് ലിറ്ററലി ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ചില ആളുകൾക്ക് അതൊരു സ്നേഹമായിരിക്കാം, ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള ആ ഒരു നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളിലോട്ട് എത്താൻ പോകുന്ന ആ ഒരു നിധി. ഒപ്പം തന്നെ നിങ്ങൾ ലൈഫ് ആസ്വദിച്ച് തുടങ്ങും. ലൈഫിലെ എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെയും ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെയും ആ ഒരു വലിയൊരു തുടക്കമാണ് ഇവിടെ. ഒരു പുതിയ ഒരു പാത്തിലോട്ട്, ഒരു പുതിയ ഒരു ജേർണിയിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ വറീഡ് ആവാതിരിക്കുക. സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസോടെ ആത്മാർത്ഥതയോടെ ഈ സിറ്റുവേഷനെ നേരിടുക. കാരണം വിജയം നിങ്ങൾക്കുള്ളതാണ്. കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് സക്സസ് ആണ്.
വിത്തിൻ ഫ്യൂ വീക്സ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഈ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. വളരെ സക്സസ് ആയിട്ട് അത് എൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഒപ്പം ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ആ സിറ്റുവേഷൻ എത്രത്തോളം വേദനപ്പെടുത്തുന്നതാണെങ്കിലും നിങ്ങളതിന് ക്ഷമിച്ചു കൊടുക്കുക. പലർക്കും പറ്റുന്നുണ്ടാവില്ല. എസ്പെഷ്യലി നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പുറത്താണ് നമ്മൾ വേദന അനുഭവിക്കുന്ന സമയത്ത് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ അവിടെ വളർച്ച ഉണ്ടാവുന്നതും സമാധാനം ഉണ്ടാവുന്നതും നമ്മൾക്കാണ്. നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് വിചാരിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലോട്ട് ക്ഷമിച്ചു കൊടുക്കുക. ഓക്കെ, അതിൽ നിന്നുള്ള ആ ലെസൺ ഞാൻ ലേൺ ചെയ്യുന്നു, ഇതിവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മളോട് ആ സിറ്റുവേഷനോട് ക്ഷമിച്ച് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് സക്സസ്സിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് അഗെയിൻ എ കൺഫർമേഷൻ, ബിഗ് ഹാപ്പി ചേഞ്ചസ്. സോ വിത്തിൻ ഫ്യൂ വീക്സ്, നെക്സ്റ്റ് ഫ്യൂ വീക്സ് വളരെ അധികം സന്തോഷം നൽകുന്ന ചേഞ്ചസ് ആണ് ലൈഫിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ അറിയിക്കുക. ഈ റീഡിങ്ങിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. ഇനി പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കമൻസ് വഴി പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ആ കമൻസിന് റിപ്ലൈ ആയിട്ട് തരാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസ് വഴി എന്നെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. Be happy.